എടാ അവന്റെ പ്രോഫിറ്റ് മേടിക്കണ്ട. ലക്ഷങ്ങളല്ലേ അവന്റെ പ്രോഫിറ്റ് മേടിക്കുന്നത്. നമ്മളാണ് പറയാതെ ഗെയിമിൽ കഞ്ചാവ് കൃഷിയൊക്കെ തുടങ്ങിയത്. ഇവന്റെ തന്ത ഇവന്റെ തന്ത എന്റെ പാർട്ണറാണ്. നമ്മൾ രണ്ടുപേരും കുഴിക്കണം. അവൻ കുഴിക്കും, ഞാൻ നടും. ഗെയിമിനകത്ത് കഞ്ചാവ് കൃഷി തുടങ്ങിയതാണ് പ്രോഫിറ്റ് വാങ്ങണം. അത് തന്നെയാണ് ഇവിടെ. നിന്റെ തന്തേനെ ഒരു കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ വേണ്ടുന്ന മറ്റേ ബിസിനസ് ഇത് കൊടുക്കും, പൈസ കൊടുപ്പാണ്. പിരിക്കാതിരിക്കണവനാണ്. എടാ ആരെങ്കിലും ചോദിച്ചപ്പോ ആടിന് തിന്നാൻ കൊടുക്കണം. അതുകൊണ്ടല്ലേ നിന്റെ ഡാഡി നീ കിട്ടിയ ആടെന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ ഡാഡി വന്ന് മോൻ ഇഷ്ടപ്പെട്ട സാധനം. ഇന്ന് ആട് വന്നില്ലല്ലോ, ലൈവ് സൗണ്ട് ഒന്നും കേൾക്കാനില്ല. നിന്റെ തന്ത എടുത്തോണ്ട് തന്ത എടുത്തോണ്ട് വേറെ ഓ ബ്രോ കണ്ടില്ലെങ്കിൽ അപ്പോഴേ വിളിക്കും. അതൊക്കെ നന്ദിയുള്ള ആടുകളാണല്ലേ, നിന്റെ വീട്ടിലെ പോലത്തെ പുണ്ടച്ചി ആടുകളല്ലേ. വാളി ചായ എന്റെ തന്ത ഉണ്ടാക്കി ചായയാണ്, കുടിച്ചിട്ട് പോവാ. ഇവിടെ ഉണ്ടായിരുന്നു കട വേണ്ട. പാർട്ണറാണ് ഇവന്റെ തന്ത. പണ്ട് അറബിക്ക് ഒരു കുളിക്കട ഉണ്ടായിരുന്നു. കുളിക്കട പോയി. അറബിക്ക് കുഴിക്കടേ? പണ്ട് ക്യാപ്റ്റൻ പറഞ്ഞാണ് എനിക്ക് ബാക്കി പിന്നെ പറയാം. എന്തൊരു കട? കുണ്ണക്കടേ? കുളിക്കട ഉണ്ടായിരുന്നു അറബിക്ക് പണ്ട്. അതിന്റെ ഉപ്പാപ്പോണ്ട ചടയില്ല. അതിന്റെ പേരിന്റെ എടാ ജമാലു കുലിക്ക് എന്തൊരു പേരാ പേര്. ജമാലു കുലിക്ക് എന്തോന്നറബി അവന്റെ ഉപ്പാപ്പാന്റെ പേരാണ് ജമാലി. അതാണ് അവൻ അങ്ങനെ തെറ്റിയത്. എടാ നിനക്ക് അങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു, സിറ്റി വണ്ടി ഒരു കട ഉണ്ടായിരുന്നു. ഈ വണ്ടില്ല ജമാല് കുലിക്ക് അറബി എന്ത് കുണ്ണപ്പേരത് കുലിക്കുന്ന. അതാണ് പറഞ്ഞ അവന്റെ ഉപ്പാപ്പാന്റെ പേരാണ് ജമാലി. അവന്റെ ഉപ്പാപ്പേ? ഓ നീ എന്തിനാ അവന്റെ ഉപ്പാപ്പേരെ പേര് കടക്ക് പേരിട്ട? അവനല്ലി പേരിട്ടെന്ന് പറഞ്ഞേ. എടാ നിനക്ക് കുലിക്ക് കട ഉണ്ടായിരുന്ന ഇല്ലേ? അതിന്റെ ഉപ്പാ കൊണ്ടുവച്ച കുലി കട. കടയല്ല, വെള്ളപ്പൊക്ക കട. എക്സ്ട്രാ ഫ്ലേവർ എന്ന് പറയുന്നത് എന്തൊരു സാധനം അടിച്ചൊഴിച്ചോണ്ട്. അത് മറ്റേ തെറിപ്പിക്കുന്ന സാധനമുണ്ട്. അത് ഫ്ലേവർ അടിച്ച് വാണം അടിച്ചിട്ട് കൊടുക്കും, മനസ്സിലായില്ലേ? പക്ഷെ അതുകൊണ്ടാണ് ഇവനെ കടയിൽ പുറത്താക്കിയവനെ. അവന്റെ ഉപ്പാപ്പ ചെയ്യണത്. പൊങ്ങും, അതാണ് പ്രശ്നം. ആടിന്റെ എന്തെങ്കിലും കൊണ്ടൊഴിച്ചെന്ന് എടുത്തോണ്ട് പോയാ ക്യാപ്റ്റ ആടെന്ന് പറഞ്ഞ്. അറബി ആടിന് ഞാൻ തരൂല. നീ ആടിന്റെ ഒന്നും അടിച്ച നീ ചേട്ടേ. ഇപ്പം അറബി എക്സ്പോസ് ആയിട്ടുണ്ട്. അടുത്ത എക്സ്പോസ് അറബിയുടെ കുലുക്കി കട ജമാല് കുലുക്കി. പഴയ ബിസിനസ് തുടങ്ങിയ വലിയ ഇതൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ തുടങ്ങിയ അണ്ണൻ. ഓ ഉപ്പാപ്പ തുടങ്ങിയില്ലേ? ഇപ്പൊ നിനക്ക് അറിയാല്ലേ? എടാ ഈ കുലുക്കി കടന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ട് നീ ഒളിപ്പിച്ചു? ജമാലി മാമാണ്ണന്റെ ഉപ്പാപ്പ. എന്തോ ഉപ്പാപ്പ എന്താ എന്തോ അതിനിടെ അതായത് കടം കയറിയ സാധനം പൂട്ടിയ കടം കയറിയാണ് പൂട്ടിയ ആടിന്റെ മറ്റേ പാറിത്തോലേക്ക് വലിച്ച് പൊട്ടിച്ചാണ് കൊടുക്കുന്നത്. നീ അതിന്റെ ആട് കൃഷിയും തുടങ്ങി, ആടിന് വളർത്താനും തുടങ്ങിയ? ഞാനല്ല എന്റെ ഉപ്പാപ്പ. സൗരവിന്റെ
റെഡ് ഫോക്സിന്റെ ആട്. റെഡ് ബോക്സിന് ആടൊക്കെ ഉണ്ട്. നീ അതിന് മുമ്പാൻ വരണ്ട. നീ അവിടെ ഉണ്ടാ ജമാലും കുലുക്കിയിരി. റെഡ് ബോക്സിന്റെ ആട് ഞാൻ തൊടാൻ വരണം. അവിടെ കുലുക്കിക്കൊണ്ടിരി. ക്യാപ്റ്റന്റെ ഉപ്പാവനാണ് ജമാല്. അവന്റെ അടുത്ത് പറ, ഞാനാണ് അവന്റെ തന്തേരെ കട വാങ്ങിച്ചു വെച്ചേക്കണം. അവന്റെ അടുത്ത് പറ. തന്തേരാണ് കടം കയറിയില്ലടാ ബൂട്ടിയാ കട, നീ സത്യം പറ. നീ എന്തിനാ ആടിന്റെ പറ എന്തിനാ കൊണ്ട് വിളിച്ചിട്ടില്ല? ആടിന്റെ നീ എന്താ ഈ കൊറേ ആടിനെ എന്റെ വേറൊന്നും പറയില്ലേ? ഉണ്ടായിരുന്നില്ല പണ്ടൊരു പുഴുവിന്റെ പേരുണ്ടായിരുന്നല്ലേ, അറിയാമോ? ഓ, പുണ്ടച്ചി പുഴു. നിന്റെ വീട്ടിൽ വളർത്തണല്ലേ? അതിന് ഇടയ്ക്കുവാണെങ്കിൽ എന്താ പിടിച്ചു കൊടുക്കണം കുടിക്കാൻ? വണ്ടി കൊണ്ട് പോകാൻ കെൻസോട്ട് ഒന്നും ഉണ്ടല്ലോ, കൊറേ നേരമായി. വണ്ടി ഊപ്പിക്കോട്ട് പോയാ പോയി. എന്തിനറിയ വഴി ഫോണൊക്കെ വായിക്കേറ്റണം. ഇതിന്നാറിയ ഉണ്ടായി സൗണ്ട്. പഴയ വീട്ടിനൊക്കെ പൊടി കെട്ടി എടുക്കണ്ടേ? കടയിട് പുതിയ കടയിട്. കട പോകാൻ പാപ്പട തുടങ്ങിയിട്ടാണ് മെയില്. കുരുവൊട്ടിയെ പരത്തൊരി മരിച്ച് ഉപയോഗിച്ചാണ് എന്റെ വണ്ടി ഇടിക്കും. ഡിസ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് ഓരോ പറഞ്ഞു. ആടാ പോടാ എടാ ആടിന് ഗേൾ ഫ്രണ്ടിന്റെ പേരിട്ടിട്ട് ആടിനെ കയറി പീഡിപ്പിച്ചവനാണ്. ആര്? നിന്റെ തന്തേ? അതാര് അറബിയാ? ഞാനും സൗരവന് പറഞ്ഞു തോന്നുന്ന അറബി. പാട്ട് പഠിപ്പിച്ചതാര്? ഇതിന്റെ തന്ത. പറ നീ വണ്ടിയുടെ കളർ മാറ്റില്ലല്ലോ. എന്റെ വേണ്ട വൈറ്റ് തന്നെ മതി. വൈറ്റ് മതി. ആ ലോഗോ അടിക്കണം. പിന്നെ മറ്റേ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ കളർ മാറ്റി. പെൻസോ ചെറിയ എരപ്പടാ. ഇവിടെ നിന്ന് പുറത്ത് പോകാൻ ഭയങ്കര പാടാണ്. എന്തിലോട്ട റിവേഴ്സ് എന്തോ പാടാ. ഇത് റിവേഴ്സ് എടുത്തിടാൻ ഡ്രൈവർ വ്യൂ മാറ്റാൻ പറ്റൂല. റിവേഴ്സ് മാനുവലാണ് ഇടണം. മാനുവൽ ഇട്ടാ ഭയങ്കര പാടാണ്. മാനുവലല്ല, തോമസ് ഓർഡർ വേണ്ടി. ഒരു 1,08,700. 1,80,000. അതൊക്കെ അത്രേ ഉള്ളൂ. 1,08,000. കെൻസോ പണിഞ്ഞു കഴിഞ്ഞാടാ കൊടുത്താ നീ കൊണ്ടുവരാൻ പറയണേ. ഞാനും കൂടെ വരട്ടെ. നമുക്ക് എല്ലാവരും കൂടെ അവിടെ നിൽക്കാം. അറബി ബാള നീ എവിടെ? നീ എന്റെ വണ്ടി ആ വണ്ടി ഇപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് എടുത്തേക്കാം. എടാ ഞാൻ കൂടെ നീ വണ്ടി ചെക്കി അങ്ങ് പോയല്ലേ. ഞാൻ എന്റെ ഒരു മാസ്റ്റർ പീസ് കാർ എടുക്കാൻ പോവാണ്. ഏത് കാറ്? ഇപ്രാവശ്യം നമ്മൾ മെഴ്സിഡീസ് അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. ബോഡി കിറ്റ്സും കാര്യങ്ങളൊക്കെ വെട്ടുന്നുള്ളതുകൊണ്ട് കുറച്ച് പറഞ്ഞുതരാം. ബോഡി കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഇത് കുഴപ്പമില്ല.
തേച്ചപ്പേ കുറച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു.